ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, ഒന്നും ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല. അല്ല, ഞാനെന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറയുന്നതല്ലേ വെറുതെ. ഞാൻ രാവിലെ തന്നെ ഇത് ഇങ്ങോട്ടാന്നല്ലേ മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നുണ്ട്, അവളെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ യാത്ര. രാവിലെ തന്നെ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു, ഒടുക്കത്തെ ബ്ലോക്ക്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ റോഡ് പണിയാണ് കാര്യം. കൊട്ടാരക്കരയിൽ നിന്ന് വന്ന കാർത്തു എന്നെയും കാത്ത് കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി മോളെ ഡോക്ടറെ കണ്ടു, മരുന്നെടുത്തു. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു. അപ്പോഴത്തേക്കും നല്ല വിശപ്പ്. പിന്നെ നേരെ ഞങ്ങൾ പോയത് സുപ്രീം ഓൾ സ്പൈസിലായിരുന്നു. അവിടുത്തെ വ്യൂ ഒക്കെ കിടിലമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു വീട്ടിലോട്ട് കയറി ചെല്ലുന്ന പോലായിരുന്നു. പക്ഷേ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. ചെന്ന് കയറിയതല്ലേ, ദാഹം കൊണ്ട് ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഫസ്റ്റ് കുടിച്ച്. പിന്നെ ഫുഡിനായിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇവർക്ക് ബർഗർ മതി എന്ന് പറഞ്ഞു, അപ്പോൾ ഞാനും ബർഗർ തന്നെ ഓർഡർ ചെയ്ത്. പിന്നെ ഞാനെന്ത് കിട്ടിയാലും കഴിക്കും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബർഗർ വന്നു. പ്ലേറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ സൂപ്പറായിരുന്നു. കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും നല്ല കിടിലം ബർഗർ, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വന്നൊന്ന് കഴിക്കണം. അങ്ങനെ ബർഗറിൻ്റെ കൂടെ ഓർഡർ ചെയ്ത ലൈമൊക്കെ കിട്ടി. അതൊക്കെ സാവകാശം അവിടെ ഇരുന്ന് കഴിച്ചു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മളെ വയറ് നന്നായിട്ട് നിറയും. പിന്നെ കഷ്ടപ്പെട്ടാണ് കുറച്ചൊക്കെ കഴിച്ചത്, കാരണം 3 പേരും ബർഗർ ഓർഡർ ചെയ്തേ. പിന്നെ ഞാൻ എന്നെ നോക്കി തന്നെ ഇരുന്ന് കുറച്ച് പോസൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫ്രണ്ട് വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു. കറുത്തുമാണ് വീഡിയോസൊക്കെ എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നേരെ നടന്നു. അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി ബസ് ഓടിച്ച് വീട്ടിൽ പോയി.